പവിത്രത്തിന്റെ ഈ ആഴ്ചയിലെ അവസാന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വേദ ഗൗരിമോളെയും കൊണ്ട് വിക്രത്തിന്റെ വീട്ടിലേക്ക് എത്തുകയാ. അവിടെ വിക്രത്തിന്റെ വീടിന് പകരം പുതിയൊരു വീട് ഉയർന്നു കഴിഞ്ഞിരുന്നു. ആദ്യമായി വിക്രത്തിന്റെ വീട്ടിലേക്ക് കയറി ചെന്ന കാര്യങ്ങളെല്ലാം വേദ ഓർത്തെടുക്കുകയാ. അവൾ ഗൗരിമോളെയും കൊണ്ട് ആ വീട്ടിലേക്ക് കയറി ചെന്ന് മുറ്റത്ത് ചെന്ന് നിന്ന് നോക്കി നിൽക്കേ. ഹായ്, ഇത് ആരുടെ വീടാ അമ്മയെന്ന് ഗൗരി ചോദിക്കുന്നുണ്ട്. അറിയില്ല, ഇവിടെ കുറെ കാലം മുമ്പ് വേറൊരു വീടുണ്ടായിരുന്നു എന്ന് വേദ പറയേ. അമ്മയുടെ വീടോ എന്ന് ഗൗരിയും ചോദിക്കുക. അതെ, അതും അമ്മയുടെ വീട് തന്നെ, പോവാമെന്ന് പറഞ്ഞ് ഗൗരിയെയും കൊണ്ട് വേദ പോവുകയാ. തിരിച്ചുള്ള യാത്രക്കിടയിൽ ആ വീട് എവിടെ പോയി അമ്മയെന്ന് ഗൗരി വേദയോടായി ചോദിക്കുന്നുണ്ട്. ആ വീട് മാത്രമല്ല, ആ വീട്ടിലുള്ളവരും പോയി എന്ന് വേദ പറയേ. എവിടേക്കെന്ന് ഗൗരിയും അറിയില്ലെന്ന് പറഞ്ഞ് വേദ പുറത്തേക്ക് നോക്കിയിരിക്കെ. ഉണ്ടായിരുന്നെങ്കിൽ ഗൗരി മോൾക്ക് എല്ലാരെയും കാണായിരുന്നില്ലേ എന്ന് ഗൗരി പറയുന്നുണ്ട്. മോൾക്ക് കാണണോ എന്ന് ചോദിക്കേ ഉവ് എന്നവളും. വേദ തന്റെ മൊബൈലിലുള്ള ആ വീടിന്റെ ഫോട്ടോ ഗൗരിയെ കാണിക്കുക. അവളും അത് നോക്കി എന്ത് രസാ വീട് കാണാൻ എന്ന് പറയുന്നുണ്ട്. ഗൗരിമോളെയും കൊണ്ട് വേദ പുറത്തു പോയതറിഞ്ഞ് തരുൺ അമ്മയോട് ദേഷ്യപ്പെടുകയാ. എവിടേക്കാണ് പോകുന്നതെന്ന് പോലും പറയാതെ അമ്മ എന്തിനാ അവളെ പറഞ്ഞയച്ചത് എന്നവൻ ചോദിക്കേ. എടാ, അവൾ ഇപ്പൊ വരുമെന്ന് പറഞ്ഞാ പോയത് എന്നമ്മയും പറയുന്നുണ്ട്. എന്നിട്ട് എവിടെ? മണി 6 കഴിഞ്ഞു. ഇനി എന്റെ കുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പോലീസിൽ വിളിച്ചറിയിക്കണോ? കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചതെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്ന് തരുൺ ചോദിക്കേ. കുഞ്ഞിന്റെ കാര്യത്തിൽ വേദയ്ക്കും ഉത്തരവാദിത്തം ഉണ്ടാവില്ലേ തരുൺ എന്ന് സേതുലക്ഷ്മിയും ചോദിക്കുക. എന്ത് ഉത്തരവാദിത്തം? എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്ക് എന്താ നഷ്ടം? കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വന്ന് കുടുംബത്തിന്റെ ഭാഗമായ ഒരാള്. അതിനപ്പുറം അവളും എന്റെ മോളും തമ്മിൽ എന്താ ബന്ധം? അമ്മ പറ, അതിൽ കൂടുതൽ എന്ത് ഉത്തരവാദിത്തമാ അവൾക്കുണ്ടാവേണ്ടത്? ഒറ്റയ്ക്ക് കുഞ്ഞുമായി പോവേണ്ടെന്ന് അമ്മയ്ക്ക് അവളോട് പറയാമായിരുന്നില്ലേ എന്നൊക്കെ തരുൺ ഒച്ചവെക്കുമ്പോഴേക്കും പുറത്ത് കാറിന്റെ ഹോൺ കേൾക്കുന്നുണ്ട്. വേദ എത്തിയത് കൊണ്ട് മുറ്റത്ത് പുല്ലുവെട്ടുകയായിരുന്ന ജോലിക്കാരിയും സേതുലക്ഷ്മിയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് വേദ ഗൗരിയുമായി എത്തിയിട്ടുണ്ടെന്ന് ഹിന്ദിയിൽ അറിയിക്കുകയാണ്. തരുൺ ദേഷ്യത്തോടെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാൻ നേരം അമ്മയും പറയുന്നുണ്ട്. തരുൺ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് പറയരുത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു മുഷിയുന്നത് കുഞ്ഞു കേൾക്കരുത്. അതിലെനിക്ക് നിർബന്ധമുണ്ടെന്ന്. തരുൺ മുറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ഗൗരി ഓടി വന്ന് അച്ഛന്ന് വിളിക്കേ. തരുൺ മോളെ കോരിയെടുക്കുകയാ. എവിടേക്കൊക്കെ പോയേ എന്ന് തരുൺ ചോദിക്കേ. ഇന്ന് അമ്മ എന്നെ കുറെ സ്ഥലങ്ങൾ കാണിച്ചു തന്നു എന്നവൾ സന്തോഷത്തോടെ പറയേ. ആണോ, പുറത്തേക്ക് പോയതല്ലേ, മോൾ പോയി കുളിച്ചു കേട്ടോ എന്ന് പറഞ്ഞ് അമ്മയെ ഏൽപ്പിക്കുമ്പോഴേക്കും സേതുലക്ഷ്മി മോളെയും കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമായിരുന്ന വേദയെ തരുൺ വിളിച്ചു നിർത്തി. വേദ, ഇതിനി ആവർത്തിക്കരുത് എന്ന് പറയേ. വേദ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കണ കണ്ട് പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് തരുൺ ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് വേദയും. കുഞ്ഞിനെയും കൊണ്ടിനി തനിച്ച് പുറത്തു പോകരുതെന്ന്. കാരണം എന്ന് വേദയും ചോദിക്കുന്നു. എനിക്കത് ഇഷ്ടമല്ല, അത്ര തന്നെ എന്ന് തരുണും. അവളെയും കൊണ്ട് ഞാനല്ലേ പോയത്, വേറാരുമല്ലല്ലോ എന്നവൾ ചോദിക്കേ. അങ്ങനെ ചോദിക്കാതെയും പറയാതെയും കൊണ്ടുപോവാൻ വേദയ്ക്ക് എന്താ അധികാരം എന്നവൻ ചോദിക്കേ. അവൾ എന്റെ കൂടി കുഞ്ഞല്ലേ എന്ന് വേദയും. അല്ല, ഗൗരി എന്റെ കുഞ്ഞാ. അവളെ നോക്കാൻ ഒരു സമയത്ത് വന്ന ആള് മാത്രമാ വേദ. ആ ഉറയ്ക്കാൻ തുടങ്ങിയപ്പോ അവൾ അമ്മാന്ന് വിളിച്ച് ശീലിച്ചു തുടങ്ങിയത് ഞാനായിട്ട് നിർത്തിയില്ലെന്ന് മാത്രം. അതിനർത്ഥം പ്രസവിച്ച അമ്മയുടെ എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നല്ല. നോക്ക്, ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലാ ഞാൻ. നീ കൂടി പോയി റെയ്ഡ് നടത്തിയതിന്റെ ഫലമാ എന്റെ മകൾക്ക് നേരെ ഉണ്ടായത്. അവളുടെ ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിക്കും ഞാൻ തയ്യാറാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് തരുൺ ചോദിക്കേ. അവളുടെ ജീവൻ വെച്ചുള്ള ഒരു കളിക്ക് ഞാൻ തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ തരുണിന്? അവളുടെ മനസ്സൊന്ന് വിങ്ങിയാൽ അതെനിക്ക് മനസ്സിലാവും. അതെന്താണെന്ന് അറിയോ നിങ്ങൾക്ക് എന്ന് വേദ ചോദിക്കുമ്പോഴേക്കും മോളെ എന്ന് വിളിച്ച് സേതുലക്ഷ്മി അങ്ങോട്ട് വരികയാ. മോളെ, ഷീല ഇപ്പൊ കുഞ്ഞിനെ കുളിപ്പിച്ചു കൊണ്ടുവരും. ഇതുവരെ കാണാത്തതൊന്നും അവൾ ഇനി കാണാൻ തുടങ്ങരുത് പ്ലീസ് എന്നപേക്ഷിക്കേ. വേദ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാ. സേതുലക്ഷ്മി തരുണിന്റെ അരികിലേക്ക് ചെന്ന്, തരുൺ, കുഞ്ഞ് നിന്റെ ആയിരിക്കാം, പക്ഷേ അവളുടെ മാറത്ത് കിടന്ന ആ കുഞ്ഞ് വളർന്നത്. അവളുടെ ചൂടേറ്റ ഒരമ്മ വേണ്ട കാലം മുഴുവൻ ഗൗരി മോള് ജീവിച്ചത്. ഇനിയിപ്പോ നിനക്ക് ഒറ്റയ്ക്ക് അവളെ വളർത്താമെന്നായിട്ടുണ്ടാവും. പക്ഷെ അത് ചെയ്യേണ്ടത് നന്ദികേട് കാണിച്ചുകൊണ്ടല്ല. എല്ലാത്തിനും ദൈവം ഒരാള് സാക്ഷിയുണ്ട്, അതോർത്തോ മോനെ നീ എന്നോർമ്മിപ്പിച്ച് സേതുലക്ഷ്മിയും അകത്തേക്ക് കയറി പോവുകയാണ്. തരുണും ടെൻഷനോടെ സീറ്റ് ഔട്ടിലേക്ക് കയറിയിരിപ്പാ. തന്റെ റൂമിലെ ബെഡിലിരുന്ന് സങ്കടത്തോടെ കരയുകയാ വേദ. സേതുലക്ഷ്മി അങ്ങോട്ട് ചെന്ന്, വേദ, ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുമെന്നറിയാവുന്നത് കൊണ്ടാണ് ഞാൻ മോളെ ആദ്യമേ വിലക്കിയത്. എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവും മോളെ, പക്ഷേ അവന്റെ ഭാഗത്തുനിന്ന് മോളൊന്ന് ആലോചിച്ചു നോക്ക് എന്ന് പറയേ. അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് ആലോചിക്കണ്ടേ അമ്മേ എന്ന് വേദയും ചോദിക്കുക. മക്കൾക്കൊന്നും സംഭവിക്കാതിരിക്കണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയല്ലാതെ അമ്മമാരുടെ ഭാഗത്തു നിന്ന് വേണ്ടത് എന്താണ് വേദമോളെ? അവൻ ഈ ബഹളം വെക്കുന്നതും പ്രശ്നമുണ്ടാക്കുന്നതും നിന്റെ കുഞ്ഞിന്റെ രക്ഷയ്ക്കാണെന്ന് ചിന്തിച്ചാൽ നോക്കാവുന്നതല്ലേ ഉള്ളൂ. അവന്റെ ഈ ദേഷ്യവും വഴക്കുമൊക്കെ നിയന്ത്രണം വിട്ട് നീ എന്താണ് പറയാൻ വന്നതെന്ന് എനിക്കറിയാം. പക്ഷെ അതുപോലും ബാധിക്കാൻ പോകുന്നത് നിന്റെ കുഞ്ഞിനെയാണെന്ന് നിനക്ക് ഓർമ്മ വേണം. നീ എല്ലാം വിളിച്ചു പറഞ്ഞാൽ അവൻ തകരുമായിരിക്കും. ഇനി ഒരിക്കലും ശരിയാക്കി എടുക്കാൻ വയ്യാത്ത വിധത്തിൽ അവന്റെ മനസ്സ് കലങ്ങി പോകും
പോവുമായിരിക്കും. അത് സഹിക്കാൻ ഞാൻ തയ്യാറാ. അതെന്റെ വിധിയായിരിക്കും. പക്ഷെ അതിനോടൊപ്പം ഗൗരി മോളുടെ ജീവിതം കൂടി കലങ്ങിപ്പോവും. അത് സഹിക്കാൻ നിനക്ക് കഴിയോ? എല്ലാം മറച്ചുവെച്ച് സ്വന്തം കാലിൽ നിൽക്കാറായപ്പോ നീ അവനെ ചതിച്ചെന്നൊന്നും ഈ അമ്മ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷേ ഇത്ര നാളും കാത്ത നിനക്ക് കുറച്ചു നാളും കൂടി കാത്തൂടെ മോളെ? നമ്മുടെ ഗൗരി കുഞ്ഞിന് ഉൾക്കൊള്ളാൻ കഴിയുന്നവരെങ്കിലും എന്നവർ ചോദിക്കെ വേദ മറുപടിയൊന്നും പറയാതെ സങ്കടത്തോടെ കരയുകയാ. സേതുലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ച് ഈ വീട്ടിൽ വെച്ച് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഗൗരി മോളുടെ പ്രായം അറിയാലോ. എന്താ എങ്ങനെയാന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ള കാലമായിരിക്കും. ശ്രദ്ധിക്കണം മോളെ. ഇത്രയും കാലം കൊണ്ടു നടന്നത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കരുത്. പിന്നെ അറിയാലോ, ഷീലയ്ക്ക് മലയാളം കേട്ടാൽ മനസ്സിലാവും. സംസാരിക്കുമ്പോ അതും മനസ്സിലുണ്ടാവണം. ശരിയെന്ന് പറഞ്ഞ് സേതുലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാ. വേദയും സങ്കടം സഹിക്കാനാവാതെ വിതുമ്പി കരയുകയാ. റിട്ടയർഡായ ജയിലർ ആൻഡ്രൂ സാർ തന്റെ വീടിന്റെ മുറ്റത്ത് ചെടി നനയ്ക്കുമ്പോഴാണ് തരുൺ അങ്ങോട്ട് വരുന്നത്. ഏട്ടാ എന്നെ മനസ്സിലായോ എന്ന് തരുൺ ചോദിക്കേ. അത് പെട്ടെന്ന് അങ്ങോട്ട് എന്ന് ആൻഡ്രൂ സാർ. അച്ഛന്റെ പേര് പറഞ്ഞാൽ മനസ്സിലാവും. പണ്ട് ഫോഴ്സിലുണ്ടായിരുന്നു. ഡൽഹി പോലീസിലേക്ക് മാറിയ ഒരു വൈദ്യനാഥ അയ്യര് എന്ന് തരുൺ പറയുന്നതിൽക്കെ അയ്യോ തരുൺ സാറ്, അയ്യോ സോറി സാറേ, കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് സന്തോഷത്തോടെ പറഞ്ഞ് സാറിനെ അകത്തേക്ക് വിളിക്കുക ആൻഡ്രൂസ്. സാറ് കയറിയിരിക്കെ, ലിസാമ്മ പള്ളി പോയിരിക്കുക, ഞാൻ വേഗം ഒരു ചായ എടുക്കാം എന്ന് ആൻഡ്രൂസ് പറയുന്നുണ്ടെങ്കിലും ചായ ഒന്നും വേണ്ട, ഞാനൊരു ആവശ്യത്തിന് വന്നതാ. ഇവിടെ ചേട്ടനല്ലാതെ അതിനു പറ്റിയ ആളില്ലെന്ന് തോന്നിയെന്ന് തരുണം. സാറിപ്പോ ഡൽഹിയിൽ തന്നെയല്ലേ എന്ന് ആൻഡ്രൂസ് ചോദിക്കേ. ആയിരുന്നു, ഇപ്പൊ ഇവിടെ അടുത്തു തന്നെയുണ്ട്. അടുത്തെന്ന് പറയുമ്പോൾ തമിഴ്നാട് ബോർഡറിലാ, കന്യാകുമാരിക്കടുത്ത്. അമ്മയും മോളും ഇവിടെ നാട്ടിലെ വീട്ടിലുണ്ട്. എനിക്കും വൈഫിനും ആഴ്ചയിലൊരിക്കലേ ഇവിടെ വരാൻ പറ്റൂ. മോളെ നോക്കാൻ ആളില്ല, അതാ പ്രശ്നം എന്ന് തരുൺ പറയുന്നതുകൾക്ക്. അതിനാണോ സാർ ഇത്ര മെനക്കെട്ട് വന്നത്? എത്രയോ ഏജൻസികളില്ലേ, ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ അവരാളെ എത്തിക്കില്ലേ എന്ന് ആൻഡ്രൂസും പറയുന്നുണ്ട്. അതെ, പക്ഷേ എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരാളെ അല്ല ആവശ്യം എന്ന് പറഞ്ഞ് ദേവരാജന്റെ ഗുണ്ടകൾ കാർ ആക്സിഡന്റ് ഉണ്ടാക്കിയ കാര്യമെല്ലാം തരുൺ ആൻഡ്രൂസിനെ അറിയിക്കുകയാണ്. മോളോടൊപ്പം ഏത് സമയത്തും ഉണ്ടാവുന്ന ഒരാൾ, അവൾ സ്കൂളിൽ പോകുമ്പോഴും പുറത്തു പോകുമ്പോഴുമൊക്കെ ബോഡി ഗാർഡിനെ പോലെ കൂടെ നിർത്താൻ പറ്റുന്ന ഒരാള്. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ ഏറ്റവും കറക്റ്റായ ഒരാള് ആൻഡ്രൂസ് ചേട്ടനാണെന്ന് തോന്നി എന്ന് തരുൺ പറയേ. അതിപ്പോ അങ്ങനെ ഒരാളെന്ന് പറയുമ്പോ എന്ന് ആൻഡ്രൂസ് സാറും ആലോചനയോടെ ഇരിപ്പാ. ആൻഡ്രൂസ് ചേട്ടനെന്ന് ആലോചിക്കേ, പറ്റിയ ഒരാളെ എനിക്ക് വേണ്ടി കണ്ടെത്തണം. എന്നിട്ട് പറയേ എന്നാ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് തരുൺ എഴുന്നേൽക്കുമ്പോഴേക്കും സാറേ ഒരു ചായ പോലും കുടിക്കാതെ എന്ന് ആൻഡ്രൂസും ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ, ഞാൻ എല്ലാ വീക്കെൻഡും ഇനി നാട്ടിൽ തന്നെ ഉണ്ടാവും, കാണാം ശരിയെന്ന് പറഞ്ഞ് തരുൺ യാത്ര പറഞ്ഞിറങ്ങുകയാ. പിന്നീട് പുറത്തൊരിടത്ത് വെച്ച് ആൻഡ്രൂസും വിക്രവും തമ്മിൽ നേരിൽ കാണുകയാ. വിക്രം ചോദിക്കുന്നുണ്ട്, ആൻഡ്രൂസ് സാർ എന്തൊക്കെയാ പറയുന്നത്? ഈ പണിയൊന്നും എനിക്ക് ശരിയാവില്ല, ബേബി സിറ്ററേ എന്നവൻ പറയുന്നത് കേൾക്കേ. അതെ, ഇത് അങ്ങനെ ഒരു ബേബി സിറ്ററുടെ പണിയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഏജൻസിയെ വിളിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീകളെ ഏർപ്പാടാക്കിയ പോരെ. എന്നെ അന്വേഷിച്ച് ഇവിടം വരെ വരണോ? അവർക്ക് വേണ്ടത് ആ കുട്ടിക്കൊരു ബോഡി ഗാർഡിനെയാ. ഈ തരുൺ അയ്യർ എന്ന് പറയുന്ന ആള് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായ ഒരാളാ. അയാളുടെ ഭാര്യയും അതെ. അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ശത്രുക്കളെ പറ്റി അറിയാലോ. ശത്രുത ഇപ്പോ കുട്ടിക്ക് നേരെ തിരിഞ്ഞു തുടങ്ങി. അതിൽ നിന്ന് അവളെ സംരക്ഷിക്കാൻ ഒരാൾ വേണം എന്ന് ആൻഡ്രൂ സാറും പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ അവർക്ക് വേണ്ടതും ഒരു ഗുണ്ടയെ തന്നെയാണല്ലേ എന്ന് വിക്രം ചോദിക്കേ. ഏയ് അങ്ങനെ നീ കാണണ്ട. അങ്ങനെ ഒരു പണിയാണെന്ന് തോന്നിയാ ഞാൻ നിന്നെ പറഞ്ഞു വിടുവോ? എനിക്ക് നോ പറയാൻ പറ്റാത്തൊരു ഫാമിലിയാ. നീ വാ, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ ആൻഡ്രൂ സാർ വിക്രമിനോട് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞ് എന്തു പറയുന്നു എന്ന് ചോദിക്കേ. സാറ് പറയുന്നത് എനിക്ക് മനസ്സിലായി, പക്ഷേ എന്ന് വിക്രവും പറയുകയാ. സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോലും തിരിച്ചു പണി കിട്ടാൻ സാധ്യതയുള്ള ഒരാളാ തരുൺ സാറ്. അങ്ങനെയുള്ള ഒരാൾക്ക് എനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഉറപ്പാ നിന്നെ പോലുള്ള ഒരാള്. മാത്രമല്ല ഇതൊരു തുടക്കമാണെങ്കിലോ, നിന്റെ കഴിവും വിദ്യാഭ്യാസവും ഒക്കെ അറിയുമ്പോൾ മറ്റൊരു സാധ്യത തുറന്നു തരാൻ തരുൺ സാറിന് ഉറപ്പായും കഴിയും. നമ്മുടെ നാട്ടുകാരുടെ കാര്യം അറിയാലോ, അവരെപ്പോഴും ഒരു ജയിൽ പുള്ളി എന്ന ലേബലിലെ നിന്നെ അറിയൂ. അത് മാറി വരാൻ കുറച്ച് നാളെടുക്കും. അല്ലെങ്കിൽ പിന്നെ പുറത്തെവിടെയെങ്കിലും പോണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛനെ വിട്ട് മാറി നിൽക്കാൻ നിനക്ക് പറ്റുമോ എന്ന് സാർ ചോദിക്കേ. ഏയ് അതാലോചിക്കാൻ പോലും പറ്റില്ലെന്ന് വിക്രം. അതുകൊണ്ടാ ഞാൻ ഇത് പറഞ്ഞത്. ആദ്യം നീ ഈ മുടിയും താടിയും ഒക്കെ വെട്ടിയൊന്നൊരു കോലത്തിലാവും, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യേ. ഒന്നുമില്ലെങ്കിലും ഒരു കുട്ടിയുടെ കൂടെ അല്ലേടാ, അത് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമല്ലേ. ഓക്കെ, മറ്റു കാര്യങ്ങൾ ഞാൻ വിളിച്ചറിയിക്കാം എന്ന് പറഞ്ഞ ആൻഡ്രൂ സാർ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കുകയാ. മാഷും വിക്രവും വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ഉമ്മറത്തെ പടിക്കെട്ടിലിരുന്ന് പത്രവും വായിച്ച് വീടിന്റെ ഓണർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാഷ് മുറ്റത്തുകൂടി പുറകുവശം വഴി അങ്ങോട്ട് വരുന്നത്. മാഷിനെ കണ്ട അദ്ദേഹവും മാഷ് എന്താ ഇങ്ങനെ പുറകിലൂടെ വന്നത്? ആ വാതിലൊന്ന് തട്ടിയാ മതിയായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യാം മാഷെ, പകൽ നേരത്ത് നമുക്ക് ആ വാതിലങ്ങ് തുറന്നിട്ടേക്കാം, എന്താ എന്ന് അദ്ദേഹം ചോദിക്കേ. ആവാലോ എന്ന് പറഞ്ഞ് മാഷും ആ പടിക്കെട്ടിലേക്ക് ഇരിക്കുകയാ. നിങ്ങൾ ഇവിടെ താമസത്തിന് വന്നപ്പോ ഏറ്റവും അടുത്ത ആരൊക്കെയോ വന്ന പോലൊരു തോന്നലാ ഞങ്ങൾക്ക്. അടഞ്ഞ വാതിലിനപ്പുറത്തുള്ളത് അന്യന്മാരാണെന്നൊരു തോന്നലേ ഇല്ല എന്ന് അദ്ദേഹം പറയേ. അതിനൊരു കാരണമുണ്ട് അരവിന്ദ. നമ്മൾ രണ്ടാൾക്കും ഉള്ളിൽ കൊണ്ടു നടക്കാൻ കുറെ സങ്കടങ്ങളുണ്ട്.
ഞാൻ തുറന്നു ചോദിക്കുന്നതിൽ ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞ് മാഷ് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ഓട്ടോയിൽ വിക്രം അങ്ങോട്ട് എത്തുകയാ. എന്താ മാഷേ എന്ന് അരവിന്ദൻ ചോദിക്കേ. ഒന്നുമില്ല, പിന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് മാഷ് വിക്രത്തിന്റെ അരികിലേക്ക് ചെന്ന് പോയിട്ട് എന്തായി, ആൻഡ്രൂ സാർ എന്തു പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ജോലി ശരിയായി എന്ന് വിക്രം പറയുന്നത് കേൾക്കെ അരവിന്ദനും അങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് ആഹാ സന്തോഷമുള്ള വാർത്തയാണല്ലോ, എവിടെയാണെന്ന് ചോദിക്കേ. ഒരു വീട്ടിലോ എന്ന് വെച്ചാ എന്ന് അച്ഛനും ചോദിക്കുക. ഒരു ബോഡി ഗാർഡിൻ്റെതാണ് പോസ്റ്റ് എന്ന് വിക്രം പറയുന്നത് മനസ്സിലാവാതെ വ്യക്തമായിട്ട് പറ വിക്രം എന്ന മാഷ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ 5 വയസ്സുള്ള കുട്ടിയുടെ ബോഡി ഗാർഡ്. ഈ ആയെന്നൊക്കെ പറയില്ലേ, ഒരു തരത്തിൽ അത് തന്നെയാ എന്നവൻ ചിരിയോടെ പറയേ. ഈ പണിക്കാണോ ആൻഡ്രൂ സാർ നിന്നെ അങ്ങോട്ട് വിട്ടത് എന്ന് മാഷും ചോദിക്കുന്നു. അരവിന്ദനും പറയുന്നുണ്ട് ജയിലിൽ വെച്ച് മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ എടുത്തതല്ലേ, വേറെ എത്ര സ്ഥലത്ത് ട്രൈ ചെയ്യാമെന്ന്. ഇവിടെ ചെന്നാലും ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ ഏതാണ്ട് പകുതിയോളം ജയിലിൽ കഴിഞ്ഞവനെന്നൊരു പേരുണ്ടല്ലോ ചേട്ടാ. ആ ചാപ്പ അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോവില്ല. കൊള്ളാവുന്ന ഏത് സ്ഥാപനങ്ങളിലും ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് കൊണ്ട് മയക്കുമരുന്ന് കൈവശം വെച്ചതിനും ആളെ കൊന്നതിനും ജയിലിൽ പോയവൻ. ആ പേര് അത്ര പെട്ടെന്നൊന്നും പോവില്ലല്ലോ എന്ന് വിക്രം പറയേ. രണ്ടിലും നീ നിരപരാധിയായിരുന്നല്ലോ എന്ന് മാഷും ചോദിക്കുന്നുണ്ട്. കുറ്റക്കാരനാവുന്നതാണ് വാർത്ത, കുറ്റവിമുക്തനാവുന്നത് നമ്മുടെ നാട്ടിൽ വാർത്തയല്ലല്ലോ, അതേത് കേസായാലും എന്ന് വിക്രം പറയേ. എന്നിട്ട് വിക്രം എന്ത് തീരുമാനിച്ചു എന്ന് അരവിന്ദനും ചോദിക്കും. ഞാൻ അത് ചെയ്യാമെന്ന് സമ്മതിച്ചു അരവിന്ദേട്ടാ എന്ന് വിക്രം പറയുന്നത് കേൾക്കെ. വിക്രം നീ എന്തായി പറയുന്നതെന്ന് മാഷും ചോദിക്കുക. ഡൽഹിയിലെ ഒരു പോലീസ് ഓഫീസറായിരുന്നു ഈ കുട്ടിയുടെ അച്ഛൻ. ട്രാൻസ്ഫർ ആയി ഇപ്പോഴിങ്ങോട്ട് വന്നതാ. വൈഫ് സബ് കളക്ടർ. നമ്മുടെ ആൻഡ്രൂ സാറിന്റെ അടുത്ത ഫ്രണ്ടായിരുന്നു ഈ പോലീസ് ഓഫീസറുടെ അച്ഛൻ. പുള്ളിക്കാരൻ മരിച്ചുപോയി. അദ്ദേഹം ആൻഡ്രൂ സാറിന് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവര് പറയുന്നത് ആൻഡ്രൂ സാറിന് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അച്ഛനറിയാലോ, സാറ് പറഞ്ഞ എനിക്കും അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ കുഞ്ഞിന്റെ അച്ഛൻ ഇപ്പോ ഡിവൈഎസ്പിയാ. ആള് സത്യസന്ധനായതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഇത്തിരി കൂടുതലാ. അതുകൊണ്ട് ഈ കുട്ടിയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഒരു മുഴുവൻ സമയ കാവലാണ് എന്ന് വിക്രം പറയേ. അത് അപകടമല്ലേ വിക്രം, വീണ്ടും ആ പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങുന്ന പോലെ ആവില്ലേ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇവിടെ പോലീസിന്റെ പിന്തുണയുണ്ട്. പിന്നെ അങ്ങനെ ഒരു ബന്ധമുണ്ടാവുന്നതും ഒരു സാധ്യതയാണല്ലോ അച്ഛാ എന്നവൻ പറയേ. എന്നാലും എനിക്കെന്തോ എന്ന് മാഷും ടെൻഷനോടെ പറയുക. എന്തായാലും പോയി നോക്കട്ടെ, താല്പര്യമില്ലെങ്കിൽ ഉപേക്ഷിക്കാലോ. മോൻ പറഞ്ഞതുപോലെ അത്തരം ആളുകളുമായി ഒരു ബന്ധം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാ. അവർ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു തരാൻ പറ്റുമല്ലോ. ഒരു പക്ഷേ നല്ലൊരു ജോലി കിട്ടാൻ ഇത് സഹായിച്ചെങ്കിലോ എന്ന് അരവിന്ദേട്ടൻ പറയേ. ഞാനും അത്രേ വിചാരിച്ചുള്ളൂ, പിന്നെ എന്നും വരാൻ കഴിയില്ല, അതാ ഒരു പ്രശ്നം എന്ന് വിക്രം പറയേ. അതെന്താന്ന് മാഷും ചോദിക്കുക. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വീക്കെൻഡിലേ വരൂ. വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് തിരിച്ചെത്തിയാൽ എനിക്കിങ്ങ് പോയാൽ പിന്നെ തിങ്കളാഴ്ച സ്കൂളിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് അങ്ങോട്ടെത്തണം. ആദ്യത്തെ കുറച്ചു ദിവസം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എന്ന് വിക്രം പറയുന്നത് കേൾക്കെ. അപ്പോ ഞാനിവിടെ എന്ന് മാഷും ചോദിക്കുന്നു. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ മാഷേ, നമുക്ക് 2 വയസ്സന്മാർക്കും രസമായിട്ട് അങ്ങ് കൂടാമെന്നേ എന്ന് അരവിന്ദേട്ടനും പറയും. വിക്രമിന് ചിലപ്പോ ഭാഗ്യം വരാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കുമെന്നാ. മോൻ ഇവിടത്തെ കാര്യം ആലോചിച്ച് ഒട്ടും പേടിക്കണ്ട എന്ന് അരവിന്ദേട്ടൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഒരു ഓട്ടോയിൽ ആത്മജയും അങ്ങോട്ട് വരികയും ഞങ്ങളെ 2 പേരെയും നോക്കാൻ ഇവിടെ ആമിയുണ്ടല്ലോ അതുപോരെ എന്ന് അരവിന്ദേട്ടൻ ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ട് വന്ന ആമിയും എന്താണ് 3 പേരും വലിയ ഡിസ്കഷനിലാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. വിക്രമിനൊരു ജോലി കിട്ടി, ഞങ്ങൾ അതേപ്പറ്റി സംസാരിക്കുകയായിരുന്നു എന്നവളുടെ അച്ഛൻ പറയേ. കൺഗ്രാസ്, എവിടെയാ എന്ന് ആത്മജയും ചോദിക്കുന്നുണ്ട്. അത് പല പല സ്ഥലങ്ങളിലായിട്ടാ, ചിലപ്പോ വീട്ടില്, ചിലപ്പോ റോട്ടില്, വണ്ടിയില്, പാർക്കില്, സ്കൂളില്, മോളില്, അങ്ങനെ പല പല സ്ഥലത്തായിട്ടാ എന്ന് വിക്രവും പറയുക. അത് നന്നായി, അപ്പൊ എന്തായാലും ബോർ അടിക്കേണ്ടെന്ന് ആത്മജി. ഒരു കാര്യം ചെയ്യ്, ജോലിക്കാരനിരിക്കെ, ഞാൻ എല്ലാവർക്കും ചായ എടുക്കും എന്ന് പറഞ്ഞവൾ അകത്തേക്ക് കയറി പോകുമ്പോഴും ടെൻഷനോടെ നിൽക്കണം മാഷിനെ ശ്രദ്ധിച്ച്. മാഷ് എന്താ വല്ലാതിരിക്കുന്നത് എന്ന് അരവിന്ദേട്ടൻ ചോദിക്കുന്നുണ്ട്. ഏയ് എന്ന് മാഷും ടെൻഷനോടെ പറയുന്നുണ്ട്. വിക്രം അച്ഛനെ ചേർത്ത് പിടിച്ച് ആൻഡ്രൂ സാർ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ അത് പറ്റില്ലെന്ന് പറയാനാവില്ലച്ചാ എന്ന് പറയുന്നുണ്ട്. എല്ലാ കാലത്തും നിനക്ക് മേൽ അധികാരം സ്ഥാപിച്ച പലരും ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ശ്രീകാര്യം ശ്രീനിവാസ്. ഇപ്പോ എന്ന് പറഞ്ഞ് മാഷ് നിർത്തെ. ശ്രീനി സാറിന്റെ വഴിയല്ല ആൻഡ്രൂ സാറിന്റേത്. ഇതിന്റെ പേരിൽ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് വിക്രവും അച്ഛനെ ആശ്വസിപ്പിക്കുക. ആ കുട്ടിയെ നോക്കാൻ നടക്കുന്നതിനിടയിൽ നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ, അയാളുടെ ശത്രുക്കൾ നിന്നെ എന്തെങ്കിലും ചെയ്താൽ എന്നച്ഛൻ ചോദിക്കേ. ഒന്നും പേടിക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അച്ഛനെ ചേർത്ത് പിടിക്കുക വിക്രവും. ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.